ഹേ ഗായ്സ്, ഇന്നും നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ്റെ ഒരു റെസിപ്പി ഉണ്ട്. ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് പോയാലോ. ഞാനിതവിടെ ചിക്കന് എല്ലില്ലാത്ത പീസ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പത്തിൽ ഇങ്ങനെ നേറിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലൊന്നും ഇല്ലാത്ത പീസ് നോക്കിയെടുക്കണം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ഉണ്ടായില്ലേ, കഴുകിയ വെള്ളം കേട്ടോ, കഴുകി ഊറ്റിയ വെള്ളമാണ്, കുഴപ്പമില്ല. ഇനി ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക്, ഒരു 1/4 ടീസ്പൂണോളം മതിയാവും, അതും ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്, അതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് സുർക്ക, അതൊരു ടേബിൾ സ്പൂണോളം മതിയാവും, അതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒരു മണിക്കൂറെങ്കിലും ഇങ്ങനെ നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇതിട്ട് വെക്കാം. ഇനി അതവിടെ മൂടി വെക്കുക. എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഒരു ബൗളിലേക്ക്, അതായത് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കേട്ടോ, ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, അതുപോലെ ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടി, പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് പാകത്തിന് ചേർത്താൽ മതി, എന്താ വെച്ചാൽ ചിക്കനിൽ ഉപ്പുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ച് മാത്രം ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, കാശ്മീരി ചില്ലി ആണെങ്കിൽ അത്രയും നല്ലത്, എല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളവും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത് നമ്മളെ ഒരു പഴംപൊരിക്ക് കുഴക്കൂലേ, ആ ഒരു മാവിൻ്റെ രൂപത്തിലേക്ക് കുഴച്ചെടുക്കുക. അതായത് നല്ല ലൂസും വേണ്ട, നല്ല കട്ടിയും വേണ്ട, അത്യാവശ്യം തിക്കായിട്ട്, അതായത് നല്ല തിക്കായി പോകരുത്, പാകത്തിൽ നമ്മളെ പഴംപൊരി മാവ് പോലെ മതിയാവും കേട്ടോ. ഇതേപോലെ കട്ടയൊന്നുമില്ലാണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടിപ്പോയാൽ അതിൽ കോട്ടിങ് കറക്റ്റ് പിടിക്കില്ല, അപ്പം അത് ശ്രദ്ധിച്ച് മാത്രം ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 മണിക്കൂർ, അതിൽ കൂടുതലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പിന്നെ 1 മണിക്കൂറിൽ കൂടിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എത്ര നമ്മൾ ഇതിൽ കുതിർത്ത് വെക്കുന്നോ അത്രയും സോഫ്റ്റായിട്ട് കിട്ടും ചിക്കന്. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യുക, ഈ ഒരു മൈദൻ്റെ മിക്സിലേക്ക് ഈ ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പം തന്നെ അത്യാവശ്യം ചിക്കനൊക്കെ നല്ല പോലെ കണ്ടോ, ഒരു വെളുത്ത കളറിലായി വന്നിട്ട് നല്ല സോഫ്റ്റായിട്ട്, ഇത് നല്ല ജ്യൂസി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ചിക്കൻ പീസും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മൈദ മാവിലും നമ്മൾ എന്ത് ചെയ്യണം, 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇങ്ങനെ വെക്കുമ്പം നല്ല ഒരു ഉപ്പും കുരുമുളകും മുളക് പൊടിയൊക്കെ ഈ ഒരു ചിക്കനിലേക്ക് പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതും 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി 1 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. അത്യാവശ്യം നല്ലപോലെ സെറ്റായിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ ആവശ്യമുള്ളത്. നമ്മൾ ഈ ഒരു ചിക്കന് നേരെ ബ്രെഡ് ക്രംസിലേക്ക് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ KFCയിലൊക്കെ പോയിട്ട് കഴിക്കൂലേ, ആ ഒരു ടേസ്റ്റ് ഉണ്ട്. ഈ ചിക്കൻ നഗറ്റ്സ് ഒക്കെ അല്ലേ, അതിലേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം, അതാണ് പിന്നെയും പറയുന്നത്. അപ്പം ചിക്കൻ ആ മൈദമാവിൽ നല്ലപോലെ ടിപ്പ് ചെയ്തതിന് ശേഷം മാത്രം പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് കോട്ട് ചെയ്തെടുക്കുക. അതും പെട്ടെന്ന് റെഡിയായി കിട്ടും, വലിയ പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ചിക്കനും ഇതുപോലെ തന്നെ നല്ല പോലെ തന്നെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ ഭാഗവും സൈഡും അങ്ങനെ എല്ലാ ഭാഗവും ചേർത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യം ചിക്കനൊക്കെ സെറ്റായിട്ടുണ്ട്. നോമ്പ് തുറക്കുമ്പോഴൊക്കെ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവട്ടെ ഈ ഒരു റെസിപ്പി. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് ഇവിടെ എൻ്റെ മോനക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ ചിക്കനും നമ്മളിതുപോലെ തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനേ പണിയുള്ളൂ. അതിൻ്റെ മുന്നേ ആയിട്ട് എന്താ ചട്ടിയൊക്കെ ചൂടാക്കാൻ വെക്കുന്നുണ്ട്. ചട്ടി ചൂടായി വന്നാൽ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടാവാൻ ശ്രദ്ധിക്കാം. നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം ഇതിട്ട് കൊടുക്കുക. അതിന് മുന്നേ എനിക്ക് കോഴിയടയും കൂടി ഒന്ന് പൊരിച്ചെടുക്കണേനു കേട്ടോ. കോഴിയടൻ്റെ റെസിപ്പി ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെയും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല എന്നുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ഒരു നോമ്പ് തുറൻ്റെ സീരീസിൽ തന്നെ ഞാൻ ഈ ഒരു ചിക്കൻ വെച്ചിട്ടുള്ള കോഴിയടൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ വയനാട്ടുകാരുടെ സ്പെഷ്യൽ റെസിപ്പി കേട്ടോ. അപ്പം എല്ലാ നോമ്പിനും ഈ ഒരു ചിക്കൻ
കോഴിയട പിന്നെ എല്ലാ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. എല്ലാ നാട്ടിലും ഉണ്ടാവും, ഇല്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയായിട്ട്, പുറത്ത് നല്ല ക്രിസ്പിയായിട്ട് നല്ല ഫില്ലിങ്സൊക്കെ വെച്ചിട്ടുള്ള, ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ്സൊക്കെ വെച്ചിട്ടുള്ള നമ്മളെ കോഴിയടയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ എണ്ണയിലേക്ക് തന്നെ നമ്മളെ ചിക്കന് നേരത്തെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത ചിക്കന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഉള്ളി നല്ലപോലെ വേവിച്ചെടുക്കണം. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് നല്ല ചൂടായി വന്നാൽ ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് നമ്മൾ എന്താ പറയുക, ബർഗർ ബണ്ണൊക്കെ ഉണ്ടാക്കൂലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പിന്നെ അരച്ച് ചേർക്കുന്നതിൻ്റെ പകരം ഈ ഒരു ചിക്കൻ വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ റെസിപ്പി ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി കാണിക്കാം. അപ്പോൾ ഇതെല്ലാം ചിക്കനെല്ലാം നല്ല പോലെ രണ്ട് ഭാഗവും ആയിക്കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാവുന്നതാണ്. പിന്നെ ഇത് നമ്മൾ പൊരിക്കുമ്പോൾ ഇങ്ങനെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഉള്ളിൽ ഉള്ള വെള്ളത്തിൻ്റെ ഒക്കെ അംശം പോകുമ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടി തെറിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഫുള്ള് പൊട്ടി വരില്ല, ഉള്ളിലത്തെ വെള്ളമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് എണ്ണ ശ്രദ്ധിക്കുക കേട്ടോ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ ബാക്കിയെല്ലാം രണ്ട് ഭാഗവും ആയിക്കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. തീ കൂട്ടി പോകണ്ട. തീ കൂടിയാൽ ഇതേപോലെ ചെറുങ്ങനൊക്കെ ഒരു കരിഞ്ഞൊക്കെ വരും കേട്ടോ. പക്ഷേ കരിഞ്ഞൊക്കൊന്നുമില്ല, ഉള്ളിൽ നല്ല ക്രിസ്പിയായിട്ട് നല്ല ജ്യൂസി ആയിട്ട് പുറം നല്ല ക്രിസ്പിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്, നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ ഞാൻ ഈ ഗ്രേപ്പ് പുഴുങ്ങിയെടുത്ത കേട്ടോ, പുഴുങ്ങിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ കുറേ ദിവസം ജ്യൂസ് അടിക്കാനുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്ന വശീൽ എൻ്റർടൈൻമെൻറ്റ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാം.